അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് എല്ലാവർക്കും സുഖാണ്. ഇന്ന് മിസ്സല് മോന് വാപ്പച്ചി ഞാനേ ഉള്ളൂ കേട്ടാ. കാരണം എന്ന് വെച്ചാൽ മോനെ ആധാർ എടുക്കാൻ പോയി. പിന്നെ നമ്മൾ അരി മേടിക്കണം എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. അരിയൊക്കെ തീർന്നായിരുന്നു. നമ്മൾ എന്തരിയാണ്? പൊന്നിയരിയാ, പൊന്നിയരി. റേഷനരി വെച്ചപ്പോഴേ അതിന്റെ സ്മെല്ല് കഴിക്കാനും പറ്റുന്നില്ല. ഒരു സൈസ് അല്ലേ? അതുകൊണ്ട് എനിക്കൊന്ന് പച്ചരി അല്ലെ ബിരിയാണി അല്ലെ പൊന്നിയരി. അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് പൊന്നിയരി ആകുമ്പോ ഗ്യാസ് ലാഭിക്കാം. ഇത്തിരി വിലയാണെങ്കിലും പെട്ടെന്ന് വേവും. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവും. എവിടെയെങ്കിലും ചോറ് കൊണ്ടുപോകണമെങ്കിലേ 10 മിനിറ്റ് മതി. വിചാരിച്ച് പെരുന്നാളിന് ഇനിയിപ്പോ സാധനം എടുക്കണം. എന്നാലും നമ്മള് ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കുന്ന ആരൊക്കെ പ്രാവിന്ന് തോന്നുന്നത്. അതോട് എന്റെ കാര്യത്തിൽ തീരുമാനമായി. ജോലി പോയി. ജോലി പോയൊന്നുമില്ല. 3 ദിവസം പണിഷ്മെന്റ്. തൽക്കാലം പോയ മട്ടിലാണ്. പിന്നെ പോവുന്നില്ല. അത് അങ്ങനെയൊക്കെ തന്നെ. വണ്ടിക്ക് നല്ല കംപ്ലൈന്റ് ആക്കി കളഞ്ഞിക്കാം. അതാണ് പ്രശ്നം. ഞാനല്ല ഏട്ടാ ഉത്തരവാദി. ഇനി പറയും ഞാനാണെന്ന്. ഞാൻ ഇക്കാരുടെ അടുത്ത് എപ്പോഴും പറയും, വണ്ടി എടുക്കുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് എടുക്കണം. പിന്നെന്താണ് അന്ന് ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ പാറയും വണ്ടി, അതിലാണ് അല്ലേ ആ ലോഡ് പണി കിട്ടിയത്. ഞാൻ ഇക്കാരുടെ അടുത്ത് പറയും എപ്പോഴും ജോലി ഭാഗങ്ങളൊന്നും ഇടരുത്. ഒന്നാമതെ നമുക്ക് ഫാമിലി മൊത്തത്തിൽ കംപ്ലൈന്റ് ആണ്. അത് അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചേക്കണം. പിന്നെ വേറെന്താണെന്ന് പറഞ്ഞാൽ മസ്റുമോള് എന്താണ് കൂട്ടാത്തതെന്ന് വെച്ചാല്, നിങ്ങളിൽ കുറച്ച് പേര് ബാഡ് കമന്റ് ഇങ്ങനെ, അതിപ്പോ ഇക്കാക്ക് പറയാൻ പറ്റൂല. ബാഡ് കമന്റ് ഇട്ടിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ ബാഡ് കമന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കൊള്ളും അല്ലേ? കാരണം നിങ്ങളെ ഒരു കമന്റ് ലോകം മൊത്തവും കാണുകയാണ്. ഒന്നാമത് പ്രായപൂർത്തി ആവാത്തൊരു പെൺകുട്ടിയാണ്. അതിനെ പോലും ഈ സമൂഹം, അതും ഈ കേരളത്തിലുള്ള അല്ലേ, നമ്മളെ ജില്ലയിലുള്ള, എന്നാൽ തമിഴ്നാട്ടിലൊക്കെ അല്ലേ ഇങ്ങനെയൊന്നുമില്ല. നമ്മളെ കേരളത്തിലുള്ള, അതിലും ഇസ്ലാമിൽപ്പെട്ട പൈശാചികമായ ജന്മത്തിലുള്ള കുറെ എണ്ണം. കാഴ്ചപ്പാട് അങ്ങനെയാണ്. പിന്നെ ഇക്കായെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ പറയുന്ന ഈ ഷുഗർ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ശരീരത്തിന്റെ ബുദ്ധിമുട്ട്, അവർക്ക് നാക്ക് കൊഴിയും. അപ്പൊ നിങ്ങൾ പറയും കുടിച്ചിട്ടാണ്. അത് ഷുഗർ വരണവർക്കേ അറിയത്തുള്ളൂ. കാരണം എൻ്റെ ഉമ്മ ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. കാരണം ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശരീരം തളർച്ചയ്ക്ക് വരും. കാരണം ഇവർക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് 200 സംതിങ്ങും ഫുഡ് കഴിച്ചതിന് ശേഷം 300 സംതിങ്ങും ആണ്. അപ്പോഴും ഇനി നമുക്ക് ലെഫ്റ്റും റൈറ്റും നോക്കാണ്ട് അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴാണ് നോക്കാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇതാ ഒരു ബുദ്ധിമുട്ട് വന്നത്. ജോലിയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നത്. പിന്നെ ഇന്ന് മുത്തുമോനെ എന്ത് കൊണ്ടുവരാ മക്കളെ മിണ്ടായിരുന്നാണ്. മുത്തുമോനെ എന്ത് കൊണ്ടുവരാത്തെന്ന് വെച്ചാൽ മുത്തുമോൻ വന്നില്ല, മസ്റുമോളെ കൂടെ നിൽക്കുന്നു. ഇനിയിപ്പോ ഇവരൊക്കെ സ്കൂൾ ഉറക്കല്ലേ. നമ്മള് പിന്നെ സ്കൂൾ ഉറപ്പിന്റെ ഒരു സാധനങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. വാങ്ങാത്ത കാരണം എന്ന് വെച്ചാൽ ഒന്നീ വരുമാനം യൂട്യൂബിന്റെ വരണം, അല്ലെങ്കിൽ ഇക്കാക്ക് പണി ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ ഒരു കാര്യം നിയത്താക്കിയിട്ടുണ്ട്, അതും കൊടുക്കണം. അങ്ങനെ എല്ലാം നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ വിചാരിക്കും പോലെ നടക്കൂല. പിന്നെ പബ്ലിക്കില് നമുക്കൊരു പോസിറ്റീവ് റീച്ച് അല്ല, നെഗറ്റീവ് റീച്ചാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അതിപ്പോ പ്രശ്നമൊന്നും. പക്ഷെ എല്ലാ യൂട്യൂബേഴ്സും ഇല്ല കേട്ടാ, ഈ നരിന്ത് മാത്രം. അതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാത്തിനും ബാഗ് മേടിക്കണം, ബുക്ക് മേടിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയണ്ടെന്ന് വെച്ചാല്, ഞാൻ ഇന്നുവരെയും ഊഹാബോധത്തിൽ ഇവരിങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ട് എന്ന് പറയണം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും തെളിവോടുകൂടി ചെയ്യണം. നമുക്ക് കേസിന്റെ വഴിക്കൊക്കെ മുന്നോട്ട് പോവാം. പക്ഷെ എന്താണെന്നറിയാമോ, ഞാനിപ്പോൾ വേറൊരു ഘട്ടമാണ് പ്രഗ്നൻസി. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൊച്ചുങ്ങൾ, നമുക്ക് എടുപിടിയിൽ നിന്ന് ഇറങ്ങി ഓടാനൊന്നും പറ്റൂല. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ളത് പോലീസ് അല്ലേ, അതിനേതായ രീതിയിൽ വേറെ രീതി എടുക്കണം. എല്ലാവർക്കും ബാധകമാണ്. നമുക്ക് ആരുപക്ഷം ജയം അല്ലെങ്കിൽ ആരുപക്ഷം സത്യം. ഞാന് ഇക്കായി കൂടുതൽ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതെന്ന് വെച്ചാല്, ഇനി ഇക്ക എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇക്ക ആ കേസിന് ശേഷം ഇതുവരെ ഇക്ക ആരെ കുറിച്ചൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ ഫാമിലിയാണ്. ഇക്ക ലൈവ് ഇടും, എന്നെന്തെങ്കിലും പറയും അല്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ജീവിച്ച്
ഇനിയിപ്പം 5ാമത് പറഞ്ഞതാണ് കേട്ടാ, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് 4ാമത്തെ അവനെ അടിച്ചു കളഞ്ഞത്. 4ാമത്തെ കുഞ്ഞിന്റെ തന്ത വേറെ എല്ലാം നിശ്ചയിച്ച് അവര് തന്നെ. എന്നിട്ട് വേറെ ഒരു കാര്യം പറഞ്ഞേട്ടാ, ഞാൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ 5ാമത് കെട്ടാൻ പോണതല്ലേ, അത് നിങ്ങളൊക്കെ സ്വപ്നത്തിൽ നിങ്ങളൊക്കെ ചത്ത് മണ്ണിനടിയിൽ പോയി പുഴുത്താലും ശരി, അത് നടക്കുന്ന കേസല്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. നികൃഷ്ട ജീവി എന്ന് പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഒരു പുഴുത്തവള് നികൃഷ്ട ജീവി. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നൊരു ആണ് ചോദിച്ചേട്ടാ. അത് നമ്മളെ ഇതിൽ പെട്ടതല്ല, ഏതോ ഒരു പുരുഷനാണ് ചോദിച്ചത്, പുരുഷൻ ഐഡിയിലാണ്. എന്തിനാ നിങ്ങൾ അങ്ങനെ? അപ്പൊ പറഞ്ഞ അങ്ങനെ ഉള്ളോന്റെ കൊച്ചാണ്. എങ്ങനെ ഉള്ളോന്റെ കൊച്ച്? എങ്ങനെ ഉള്ളോണ്ട് ജീവിക്കണം? ഇതെല്ലാം ഈ പറഞ്ഞ ഈ സാധനത്തിനാണ് വരുന്നത്. അത് ആ സാധനം ഉണ്ടല്ലേ, കൈന്റെ അറപ്പണ സാധനമാണ്. പിന്നെ പറഞ്ഞേട്ടാ, പന്നി ഫോൺ ഒരിക്കലും പന്നിക്ക് നാവ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ സംസാരശേഷി കൊടുത്തിരിക്കുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. നമ്മളെ വിറ്റ് തിന്ന് 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 കൊഴുത്ത് നിൽക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ദഹിക്കുമെങ്കിൽ നിങ്ങൾ തിന്നോ, അത്രേ ഉള്ളൂ. പിന്നെ സ്വർണത്തിലുണ്ടായതും ബാക്കിയുള്ളതെല്ലാം മറ്റേ നെജിലായും ഷാനും എന്തായാലും ഒരുമിച്ചു. അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകും, ഒരുമിക്കും. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൊടുക്കണം. കാരണം വേറെ പല ചെറിയൊരു വിഷയമേ ഉള്ളൂ, ഒറ്റ ചെറിയ പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇക്കാക്ക് ഉള്ള ഒരു പ്രശ്നം ഇക്കാക്ക് തന്നെ അറിയാം എന്താണെന്ന്. അത് പിന്നെ അപ്പോഴും ഞാൻ വയലന്റ് ആവും. പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഇഷ്ടമല്ല, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും 100% നല്ല വ്യക്തിയാണ്. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, 4 ഭർത്താവിന്റെ കൂടെ ഇരുന്നതിൽ ഏറ്റവും കൂടുതൽ എന്താണ് ജീവിച്ചത്. ഇപ്പം ഇങ്ങനെ നമ്മൾ സഹകരണം വെച്ച് ബാക്കി കാര്യം എല്ലാം ജീവിച്ചത് ഞാൻ ഇക്കാരെ കൂടെയാണ്. ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഇക്കാരെ കൂടെയാണ്. അപ്പോഴേ ഞാൻ ഒരു ഭർത്താവിൻ്റെ കീഴിൽ ഇരുന്നിട്ടല്ല ഞാൻ ചാടി മറ്റൊരു തൻ്റെ കൂടെ പോയത്. എല്ലാം നിയമപരമായി ഒഴിവായി 3-3.5 വർഷത്തോളം ഞാൻ ഇരുന്നു. ഞാൻ എന്തായാലും ഒരു തെറ്റ് ചെയ്യാൻ പോയില്ലല്ലോ. ഒരു ഭാര്യയുള്ള ഒരാളിനെ അല്ലല്ലോ ഞാൻ എടുത്തത്. ഇക്കാക്ക് നിലവിലൊരു ഭാര്യ ഉണ്ടായിരുന്ന ഇല്ലായിരുന്നു. പേരിനുണ്ടായിരുന്നു. അന്നത്തെ ലൈഫിൽ ഇക്ക പക്ക അല്ല. ജുമൈലാക്കും അറിയായിരുന്നു ഇക്ക മദ്യപിക്കുമായിരുന്നില്ലേ? പിന്നെ ജുമൈലാരിനോട് ഉള്ളപ്പോൾ ഉള്ള മദ്യപാനം എങ്ങനെയായിരുന്നു ഇക്ക? കാരണം അപ്പൊ അതിൽ നിന്ന് അൽഹംദുലില്ലാഹ് മാറിക്കൊണ്ടുവന്ന് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ 1-1.5 ആഴ്ച ആയിട്ടുള്ളൂ. മാറണമെങ്കിൽ നല്ല ഡിപ്രഷൻ ഉണ്ടല്ലേ? അതൊരു മദ്യപിച്ച് നിൽക്കുന്ന ഒരാൾക്ക് അറിയാം. നമ്മളിപ്പോ ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്നാലും കുറച്ച് കൊണ്ടുവന്ന് നിർത്താനാണ് ഡോക്ടർ പറയണ. ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറയണ. നമുക്കറിയില്ല. കാരണം 10-14 വയസ്സ് ഇത്രയും വർഷമായി. ഇപ്പൊ തന്നെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റൂല. അതേപോലെ യൂസ് ചെയ്യുന്നത് അത് വേറെ കണക്കാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കര പാടാണ്. ഇപ്പൊ ഞാൻ തന്നെ മാക്സിമം ബോഡി വീട്ടിൽ വരുന്ന കാര്യം തന്നെ വെളിയിൽ നിന്നാ പെട്ടു. പിന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറ്റു. അത് വരെ മണപ്പിച്ച് നോക്കും എന്നിട്ടാ കയറ്റു. ഇനിയിപ്പോ ഒരു മറ്റേ പോലീസിന്റെ ഒരു സൗണ്ട് കേൾക്കണത് മേടിക്കണം. എന്തോ അതിനെപ്പറ്റി അപ്പൊ അത് ഓൺലൈനിൽ നോക്കി ഒന്ന് വരുത്തണം. അങ്ങനെ പിന്നെ ഒരു കാര്യമുണ്ട്, അധികം നാൾ ആയുസ് നിൽക്കില്ല. നമ്മൾക്ക് ഹറാമാക്കിയത് മക്കയിൽ എല്ലായിടത്തും ഹറാമാക്കിയത് എന്താണ്? മദ്യപാനം. കാരണം വെച്ചാൽ മദ്യപിച്ചാലാണ് ഈ ലോകമേ തരികടാവണത്. മദ്യം നമ്മുടെ കുടുംബത്തിന്റെ താളം തെറ്റിക്കും. ഒന്നാമത്തെ കാര്യം പൈസ നിൽക്കില്ല. എന്റെ കുട്ടികൾ കളിക്കുന്നുണ്ട്, പോത്തുകുട്ടികളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. നിങ്ങൾ ഇനിയിപ്പോ പറയും അവ അങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണ്. കാരണം എനിക്ക് ഞാൻ പറയൂല. ഇനി ഞാൻ പ്രവർത്തിക്കേ ഉള്ളൂ, പറയും കാര്യമൊന്നും ഞെക്കും ഞാൻ. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാരും സ്കൂളിലെ സാധനങ്ങളൊക്കെ മേടിച്ചാ ഒരുപാട് ഇത്തമാര് വിളിക്കുന്നുണ്ട് കേട്ടാ. ഒരുപാട് സങ്കടങ്ങൾ. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുമില്ല അല്ലേ? ഒരേ കാര്യങ്ങള്, വാടക പോലും കൊടുക്കാൻ നിവർത്തിയില്ലാത്ത എല്ലാരും ചോദിക്കും യൂട്യൂബ് ചാനൽ എങ്ങനെ. പിന്നെ നജിയെ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും? ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും.
കാരണം എന്താണെന്നറിയാമോ, രക്ഷപ്പെടുന്നു നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ അൽഹംദുലില്ലാ അത്ര തന്നെ. പിന്നെ നമ്മള് കാരണം ഒരു കുട്ടിക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയാലോ അത് അൽഹംദുലില്ലാ. നമ്മളെന്തായാലും ആരും തടസ്സപ്പെടുത്തൂല. ഇന്നൊരു വീഡിയോ കണ്ട് നമ്മള് അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കാൻ വേണ്ടി ആയിരിക്കും ഒരു വീഡിയോ അവർ ഇടുന്നത്. നിങ്ങളാരും ഇത് ചെയ്യരുത് കേട്ടാ, അവള് കള്ളിയാണ് കേട്ടാ, അവൾ അങ്ങനെയാണ് കേട്ടാ. അവർക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ നമ്മള് ചാരിറ്റി വീഡിയോ ചെയ്യും, നമ്മള് ചാരിറ്റി വീഡിയോ ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു ഐഡിയയും വെക്കൂല, നമ്മള് വീഡിയോകളെ മാത്രമേ പറയൂ. നമ്മള് ചാരിറ്റി വീഡിയോ അതിന്റെ ആവശ്യമില്ല. നെജിലാക്കും ഞാൻ പറഞ്ഞു പോയാലും 10,500 ഡെയിലി ശമ്പളം കിട്ടും, അത് വേറെ കേസ്. നമുക്ക് അതിന്റെ പൈസ അത്യാഗ്രഹവും ഇല്ല, നമുക്കൊരു 500 രൂപ മതി ഒരു ദിവസം കഴിയും. എനിക്ക് വലിയ ആഡംബരമുള്ള ഒരാളല്ല ഞാൻ, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇക്ക ഉണ്ടെങ്കിലേ ഞാൻ ഉഷാറായിട്ട് അടുക്കളയിൽ കയറും, അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറില്ല. അത് മുമ്പ് എൻ്റെ ലൈഫിൽ ഉള്ള എല്ലാ ആദ്യത്തെ 2 പേര് കുടുംബമായിട്ടാണ് ജീവിച്ച ഷംസിനും അറിയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്നല്ലേ നിൽക്കൂ, കാരണം ഞാൻ ഒരു ഉഷാറായിട്ട് നിൽക്കണമെങ്കിൽ ഇക്ക വേണം. അത് വേറൊന്നിനും അല്ല, എപ്പോഴും കണ്ടോണ്ടിരിക്കാനല്ല കേട്ടാ, എൻ്റെ ജീവിതത്തിൽ. കാരണം കാത്തിരിക്കാനും വിളിക്കാനും അല്ലേ. ഞാൻ ഒരു ദിവസം ഇക്കായെ വിളിക്കാതിരുന്നാൽ അന്നിക്ക് എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടേ വീട്ടിൽ വരും. ഒന്നീ വണ്ടി കൊണ്ടിട്ട് തട്ടും, അല്ലെങ്കിൽ അന്ന് പിന്നെ ആലുവയില് മിക്കുള്ളപ്പോഴും ഞാൻ വിളിക്കാറും എടുക്കാറൊന്നും ഇല്ലാത്തതിന്റെ അന്നെല്ലാം വണ്ടി തട്ടി അല്ലേ കാരണം എന്താണെന്നറിയാമോ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും ആവൂലോ നിക്കാക്ക് അറിയാം, പക്ഷെ ഒക്കെ ചിന്തിക്കും ഇങ്ങനെയാണ്. അതിനിപ്പോ നമുക്ക് മാറ്റാനൊന്നും പറ്റൂല അല്ലേ. പക്ഷെ ഇപ്പോഴും പറയണ കേട്ടാ, പാവമാണ്. വേറെ കുഴപ്പങ്ങളോ ഒരു കൂട്ടുകെട്ടോ ആ ജോലി സമയത്തുള്ള ആ ഒരു അവിടുത്തെ ഇതേ ഉള്ളൂ. പിന്നെ ആ വീടുമായിട്ട് വന്നാൽ പിന്നെ അല്ലേ അവർ പെട്ടെന്ന് യാതൊരു ഇതുമില്ല, എന്തെങ്കിലും വിളിച്ചാൽ സംസാരിക്കും, എടുക്കും, അതൊക്കെ ഒരു ജോലിയിലേത്. പക്ഷേ എൻ്റെ സ്വന്തം എന്ന് പറയാൻ ഇക്കായാണ്, മക്കളും, എൻ്റെ 3 മക്കളും, 4ാമത്തെ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്നു. ഇപ്പം നമുക്ക് ഷിജാസിന് ചെലവിന് കൊടുക്കാൻ അവൾ ഇങ്ങോട്ട് അക്കൗണ്ട് നമ്പർ എടുത്താൽ ഉറപ്പായി ഇക്ക കൊടുക്കില്ലേക്ക, മോനിക്ക് കൊടുക്കും. അതും മോനാണ് ഇക്കാൻ്റെ. പിന്നെ അയച്ചു കൊടുത്ത ഒരാള് തിരിച്ചു കിട്ടോ, അത് തിരിച്ചു കൊടുത്തോണ്ടിരുന്നതും. പക്ഷെ അവക്ക് ജീപ്പേ ഇല്ല, ഞാൻ പിന്നെ കൊടുക്കും. അല്ലെങ്കിൽ നാളൊരു സമയത്ത് അവൻ ആൺകുഞ്ഞാണ്, തേടി വന്നാലും കൊടുക്കും അല്ലേ. അവനിവിടെ കിടക്കാൻ സ്ഥലം കിടപ്പുണ്ടല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്ന. ഒറ്റ കൈതേല് വീട് കിടപ്പുണ്ട്, വന്ന് കിടക്ക. അതിനകത്ത് ഇക്കാക്കും അവകാശം ഉള്ളതാണ്, അത് ആ കുഞ്ഞിന് തന്നെയാണ്. ആ മുഹമ്മദിന് ഒരു കുഞ്ഞില്ല, ഇക്കാക്ക് മാത്രമേ ഉള്ളൂ. തന്നെ വേറെ ആരും മുഹമ്മദ് മരിക്കുന്നവരെ മുഹമ്മദ് കിടക്കും, അത് കഴിഞ്ഞാ ഇക്രൂസിനുള്ളത് മോനിക്കുള്ളത് തന്നെ. അതിപ്പം നമ്മളാരും ഞാൻ ആർത്തിയുള്ളവളല്ല, ഞാൻ പോയി എടുക്കാനൊന്നും പോകൂല. നമ്മളെ എന്റെ കുഞ്ഞുമാവയ്ക്കും കൂടെ ഉണ്ടാവും. ഇതിന്റെ ഒന്നും വേണ്ട, കുഞ്ഞു വാവയ്ക്കാണെങ്കിലും അവന് കൊടുക്കണം, കാരണം അവനാണ് മൂത്ത മകൻ. കാരണം ഒരുപാട് കാരണം വേറൊന്നും കൊണ്ടല്ല, ജുമൈലാന്റെ പല കാര്യങ്ങളും പബ്ലിക്കിൽ വന്നപ്പോഴും. പിന്നെ വേറൊരു കാര്യം, ഇക്ക ഒന്നിലും ഒരു കാര്യത്തിൽ ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നിട്ടില്ല. അവള് ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇക്കായുമായിട്ട് സംസാരിച്ചപ്പോഴും എന്തെങ്കിലും ഒരു താല്പര്യം വെച്ചിരുന്നെങ്കിൽ ഞാനത് നമ്മൾ ചോദിച്ചതാണല്ലേ ഒരുപാട് സമയത്ത്. ജുമൈല ഇങ്ങനെയാണ്, ഞാൻ പലതവണ ഉള്ളടത്ത് പറഞ്ഞതാണ്, എടി നീ നന്നായിട്ട് സ്നേഹത്തിൽ സംസാരിക്കും. പിന്നെ നമ്മൾ ആറ്റിങ്ങിലെത്തി, നമ്മളെ മിജരുമോയി പെങ്ങിച്ചിനുള്ളരെ പിന്നെ ഇതൊക്കെയുള്ള ആറ്റിങ്ങ വരെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചത്, അങ്ങനെ പോവുക. അരിയൊക്കെ മേടിച്ച് പിന്നെ ഇത്രയേ ഉള്ളു വിശേഷങ്ങള്. നമ്മളെ കുറിച്ച് എന്ത് നെഗറ്റീവ് എന്ത് വന്നാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, കേട്ടല്ലേ. പിന്നെ നമ്മളെ മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാലും നമ്മളെ ഇത് വന്നാലും അത് നമ്മൾ സഹിച്ചോളും, അത് നമ്മള് സഹിച്ചോളും. അത് നമ്മളെ ഉമ്മയപ്പയല്ലേ, അല്ലെങ്കിൽ നമ്മളെ ഉമ്മയല്ലേ, അല്ലെങ്കിൽ ഇക്കാരെ ഉമ്മയല്ലേ. ഞാനൊരു വീഡിയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും വീഡിയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവര് നമ്മളെ ഉമ്മ തന്നെയാണ്. എത്ര ഇനിയിപ്പോൾ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തന്നെയാണ് അവരെ മക്കളും എല്ലാം അല്ലേ.
അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഇനി എനിക്ക് അറിയില്ല, ഓരോരുത്തരുടെ മനസ്സാണ്. എന്തൊരു മനസ്സ്, ഇവരൊക്കെ വല്ല മുന്നേ നമ്മളെ ഉണ്ടാവും. അത്ര തന്നെ. ഇക്കായിൽ ഒരു ഫോൾട്ട് കാണുന്ന എന്താണ്? ഒരു മദ്യപാനം. ആ ഒരു മദ്യപാനം നിർത്തിയാൽ അൽഹംദുലില്ലാ റാത്ത്. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് സാധനം മേടിക്കട്ടെ. അസ്സലാമു അലൈക്കും.